ശംഖും വെൺചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാര പൊന്നും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂര. പട്ടാഭിഷേകം ഭയങ്കര പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങൾ എല്ലാരും. അവിടെ നിന്ന് ലാസ്റ്റ് പിള്ളേർക്കൊന്നും ഇരിക്കാൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിയായിരുന്നു. എന്തായിരുന്നു ആ ഒരു ചാട്ടം? ഒരു രസത്തിന് ചാടിയാ. അവന്റെ ആനപ്പുറത്ത് ഇരിപ്പൊക്കെ കണ്ട. ഓക്കെ, ഇതൊക്കെ തന്നെയെ കൊറിയോഗ്രാഫി ചെയ്തതാണോ? എല്ലാം ഞാൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിക്കാം. ഷാനിക്ക, അഭിനവ്, എവിടെങ്കിലും പോവാനുണ്ടോ? തിരക്ക് പിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും എത്താന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഉറപ്പാണോ? ആണല്ലേ? ഓർക്കസ്ട്ര ഒരു ടെമ്പോയിലും അഭിനവ് വേറെ ടെമ്പോയിലാണ് പോണേ. പ്രത്യേകം എന്താണെന്നറിയാം അഭിനവ്, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര റിതം ബേസ്ഡ് ട്രാക്ക് അല്ലെങ്കിൽ റിതം ഓറിയന്റഡ് ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കറക്റ്റ് റിതത്തിൽ നമ്മൾ കറക്റ്റ് വേണം. ഇപ്പം ഈ പാട്ട് ശംഖും വെൺചാമര അതുപോലെ പടകാളി ഇതൊക്കെ നമ്മൾ കൃത്യം റിതത്തിൽ വീണില്ലെങ്കിൽ ഭയങ്കര കട അടിക്കും. കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല വൈബ്രന്റ് പെർഫോമൻസ് ആയിരുന്നു. അത് ഭയങ്കര വലിയ പ്ലസ് ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഒരു പെർഫോമറും സ്റ്റേജിൽ നിന്ന് ചാടുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ? നല്ലൊരു ചാട്ടായിരുന്നു. പിന്നെ മറ്റേ വോയിസിന് മോനെ മറ്റേ ഓനം അതൊക്കെ കൃത്യമായിട്ട് അതൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രുതി കറക്റ്റായിട്ട് നമ്മൾ, കാരണം ഈ ആക്ടിവിറ്റീസ് ഒക്കെ അടിപൊളിയാണ്, അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ അതിന്റെ കൂടെ ശ്രുതിയും താളവും ഒന്ന് കൃത്യമായിട്ടും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു 10-ൽ 10 പെർഫോമൻസാണ്. ചെറിയ കാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഗോൾഡൻ മൈക്ക് മിസ്സായത്. വളരെ ചെറുത്. അതെ, ചെറുത്. സാറിന് നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, ഹരിയാണ. അഭിനവ്, superstar, you are amazing. Thank you, sir. Super performance, bro. Thank you. The song is a very very rhythmically tight ആയിട്ടുള്ള ഒരു song ആണ്. So what I felt was you were not in sync with the band because you were having your own fun ചെയ്തിട്ട് എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ്, can we try this song the പല്ലവി മാത്രം in ഒറിജിനലിൽ വൺ ടോൺ can you increase and ഒരു പല്ലവി can we ask him? ശംഖും വെൺചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാര പൊന്നും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പൂരാന്മാരും കാറ്റത്താടും കണ്ണാടി കൂടാരക്കൂരാപ്പും കൂടും കൊടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടി പൊന്തത്ത പെണ്ണും കൂടെയൊരു പൂവാലൻ പൂവൻ താറാവും കൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും പട്ടാഭിഷേകം 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 പട്ടാഭിഷേകം. I felt ഇത് ഉന്നോட വോയിസൊക്കെ ഇത് ഇന്നും ബെറ്റർ ശ്രുതി ഈ സോങ്ങക്ക് വേണ്ടി. അതാണ് എൻ്റെ ഐ ഹാഡ് എ ഡൗട്ട്, கொஞ்சம் லோ ஆயோ அப்படின்னு எனக்கு ஒரு டவுட் இருந்தது. Yeah, so the advice is, see, original pitch is there, but sometimes for performance நம்மட voice ஒரு நாள் ஒரு situationல இருக்கும். So அதுக்கு கொஞ்சம் ஸ்ருதி ஏத்துறது கம்மி பண்றது it is okay. You can still அது optimize ஆகும் உன்னோட performance. You can give your best. கொஞ்சம் ஸ்ருதி ஏத்தினாலோ கம்மி பண்ணாலோ. So just keep that in mind. But amazing performance. ஷானிகா പറഞ്ഞ പോലെ you are a rock star. Thank you, sir. I think going on into the competition you will create a lot of records. Thank you, sir. Thank you. Yes. ഹരിച്ചേട്ടാ. ട്രിവാൻഡ്രം അഭിനവ്. ട്രിവാൻഡ്രം ഗഡീസ്. മോനെ അടിപൊളിയായിരുന്നു. Thank you, sir. ഞാൻ പറയാൻ വെച്ചിരുന്ന എല്ലാം അദ്ദേഹവും പറഞ്ഞു. എന്തെങ്കിലും ബാക്കി അതാണ് മെയിൻലി എനിക്ക് തോന്നിയത്. ഈ ടെമ്പോ ഭയങ്കര ഓട്ടം ഫീൽ ചെയ്തു. അത് ഒന്നുമില്ല, ആ എക്സൈറ്റ്മെന്റിൽ ഉണ്ടാവുന്ന ഒരു ഓട്ടമാണ്. അപ്പോൾ ആ പാട്ടിൽ ഓൾറെഡി ഒരു ഋതമുണ്ട്. ചില സോങ്സ് ഇപ്പം ഭയങ്കര ഹൈ സ്കെയിൽ അല്ലെങ്കിൽ പിച്ച് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയുള്ളത് കുറയ്ക്കുക, നമുക്ക് കംഫർട്ട് ലെവലിൽ, എന്നാൽ ആ പാട്ടിനെ ഒരുപാട് ബാധിക്കാത്ത രീതിയിലും കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒറിജിനൽ സ്കെയിൽ എത്രയായിരുന്നു ഇതിന്റെ? F ആയിരുന്നു, D ആക്കി. ഒറിജിനൽ അപ്പം ഏതിലാണ്? F ആണ്. D-ക്കാണ് ആക്കിയത്. അതെന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? സാർ അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ നല്ല എനിക്ക്
അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരുന്നു. മേളില്? മേളില്. പക്ഷെ ഒരു പ്രശ്നം തോന്നിയില്ല പഠിച്ചത്. അല്ല ഇത് അനുപല്ലവിൽ അത്രയും ഹൈ പോർഷൻസ് ഒന്നും വരുന്നില്ലല്ലോ. അത് മാത്രമല്ല അതല്ലേ ഉള്ളൂ, അതല്ലേ ഹയസ്റ്റ് പോയിന്റ്. വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ ലൈക്ക് ഈ പാട്ടില് വേറെ ഹൈ നോട്ട്സ് വരുന്ന? ഇല്ല സാർ. ഇല്ല. അപ്പൊ ഈ പാട്ടില് മെജോറിറ്റിയും താഴത്തെ ലോവർ താഴ്ത്താണ്. അപ്പൊ താഴത്തെ നോട്ട്സ് പലതും കേൾക്കുന്നില്ലായിരുന്നു. താരാര താരാരേ ആ താ നീ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുമായിരുന്നു. അപ്പം ആ സോങ് ഏത് സ്കെയിലാണെന്ന് ആദ്യം നോക്കുക, അതിനനുസരിച്ച് സ്വിച്ച് ചെയ്യുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ സിംഗിങ് ചിലപ്പം വേണ്ട രീതിയിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, സ്കെയിൽ കുറയുക അല്ലെങ്കിൽ കൂടുകയോ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ യു പെർഫോംഡ് വെൽ. എല്ലാവരും ഒരു വൈബിലാക്കി, അവരും എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. അപ്പൊ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു കറക്ഷൻസേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ശരിയാക്കിയിട്ട് അടുത്ത തവണ അടിപൊളിയായിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.